CPI-യിലും കോഴ വിവാദം. സിവിൽ സപ്ലൈസ് വകുപ്പിലെ സ്ഥലം മാറ്റത്തിന് CPI നേതാക്കൾ ഉദ്യോഗസ്ഥരിൽ നിന്നും കോഴ വാങ്ങുന്നുവെന്നാണ് പരാതി. CPI മണ്ഡലം സെക്രട്ടറിമാർക്കെതിരെയാണ് പരാതി ഉയർന്നത്. ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് CPI നേതാക്കൾ കത്ത് നൽകി. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, എന്താണ് ഈ കത്തിന്റെ ഉള്ളടക്കമായി അറിയാൻ കഴിയുന്നത്? വേണു, CPI-ലെ PSC വിവാദത്തിന് പിന്നാലെയാണ് CPI-യിലും ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തന്നെ പണം വാങ്ങി ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ നൽകുന്നു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. പത്തനംതിട്ട, എറണാകുളം ജില്ലയിലാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു CPI-യുടെ ലോക്കൽ സെക്രട്ടറി തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോൾ പരാതി അയച്ചിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് പരാതി നൽകിയിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫറിന് വേണ്ടി 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ വാങ്ങുന്നു എന്നുള്ളതാണ്. പണം കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ജോയിന്റ് കൗൺസിലിലെ ഒരു ഉദ്യോഗസ്ഥനെ ഹോസ്ദുർഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഒരു വിവരം കൂടി അതിൽ പങ്കുവെക്കുന്നുണ്ട്. CPI-യുടെ തന്നെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ ആലത്തൂരിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പണം വാങ്ങി, മന്ത്രിമാർക്കുൾപ്പെടെ നൽകാനെന്ന പേരിൽ പണം വാങ്ങി പാർട്ടി നേതാക്കൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്ന ആരോപണം CPI-യിലും ഉയർന്നിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പേരിൽ അയച്ചിരിക്കുന്ന കത്തിലെ ആവശ്യം. തെളിവുകളൊക്കെ ഹാജരാക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഏതായാലും CPI-യിലും ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തുകകൾ വാങ്ങുന്നു, അതിന് ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്നു. പാർട്ടി അംഗമായ, പാർട്ടിയുടെ ഒരു സംഘടനയിൽ തന്നെ പെട്ട ആളെ പോലും പണം നൽകാത്തതിന്റെ പേരിൽ സ്ഥലം മാറ്റി എന്നുള്ളൊരു ആരോപണം വളരെ ഗൗരവകരമാണ്. വേണു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്.